നമ്മുടെ വെള്ളിൽ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പെരുന്താറ്റൂർ ഉസ്താദ് വിളിച്ചപ്പോ പോയി. അവിടെ ഒരു പരിപാടിക്ക് സിൽവർ ജൂബിലിക്കാന്നു. അപ്പൊ അങ്ങനെ വരികയാണ്. 1,50,000 25,000 ഒക്കെ ആയിട്ട് പലരും. അപ്പൊ ഒരാളെ സ്വതക്ക തന്നപ്പോ ഞാൻ ഇതുമായിരുന്നു. അപ്പൊ പിന്നെ അയാള് മടവൂർക്ക് വരുമ്പോ നമ്മളെ ദർസിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് അന്ന് സ്വതക്ക വാങ്ങിട്ട് ദുആയിരുന്നപ്പോ ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിച്ചു. അൽഹംദുലില്ലാഹ് സാധിച്ച സന്തോഷത്തിൽ വന്നതാണ്. നമ്മള് സംഗതി ചെറുപ്പക്കാരും ചെറിയ ആളുകളുമാണ്. പക്ഷെ സദസ്സിന്റെ മഹാത്മ്യം അത് വലുതാണ്. ഇൽമിന്റെ മജ്ലിസ്, സ്വലാത്ത് ദിക്ർ ചൊല്ലിയ മജ്ലിസ്, മഹാന്മാരെ പേര് പറഞ്ഞ് ദ്വാരിക്കുന്ന മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് വലിയ പവറുള്ള മജ്ലിസ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ. ഈ മജ്ലിസിനെയും അള്ളാഹു സ്വീകരിക്കട്ടെ. 10ാമത് ആരെങ്കിലും 4,454 തരും. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞിട്ടല്ല, സാധിച്ചിട്ടൊന്നല്ല പറയുന്നേ. അതാ ഹൃദയത്തിന്റെ ഉള്ളെന്ന് പറയാണ്. എന്തേ പേരെന്തേ വരെ അള്ളാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. റബ്ബേ, എന്തെല്ലാം ഖൈറാത്തുകൾ ആഗ്രഹിച്ചിട്ടുണ്ടോ നീ അങ്ങ് കൊടുക്കു റബ്ബേ. ഒരു ഷർറിലും പെടുത്തല്ലേ അല്ലാ. സിയം വലിയുല്ലാഹി كان عظيما فبجاه ارحم كلنا ترحيما. അവിടുത്തെ ഹക്ക് ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ സിഹ്റും ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ശർറിൽ നിന്നും കരകയറ്റണേ അല്ലാ. റബ്ബേ, അവരെ വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയിൽ ഖൈർ നൽകണേ അല്ലാ. മഈശത്തിന്റെ മാർഗങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഒരു മുസീബത്തും നൽകി പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഒരു മാരക രോഗവും നൽകല്ലേ അല്ലാ. സഹിക്കാൻ കഴിയാത്തതൊന്നും നീ കൊടുക്കല്ലേ അല്ലാ. റബ്ബേ, മജ്ലിസിൽ വെച്ച് സദഖ പറഞ്ഞ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. അൽഹംദുലില്ലാഹ്, നീ മുത്തുമുമിനീകൾക്ക് അവസാനം കലിമത്തു തൗഹീദ് ഉറക്കെ പറഞ്ഞ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫായ വജ്ഹുൽ മുനവ്വർ കണ്ട് ഒരു തിങ്കളിന്റെ പൊലിമയിൽ അല്ലാ, തങ്ങൾക്ക് നീ സെലക്ട് ചെയ്ത ദിവസല്ലേ തിങ്കളാഴ്ച. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ച ദിവസമല്ലേ തിങ്കളാഴ്ച. എന്റെ ഹബീബ് പോയ ദിവസം തന്നെ എനിക്കും പോകണമെന്ന് പറഞ്ഞില്ലേ. ആ തിങ്കളിൽ പിരിയാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 10 പേര്, അതിൽ ഒരാൾ 5,000, ബാക്കി 9 പേരും 4,454. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ എല്ലാരും കൂടി ഒന്നും ഇങ്ങോട്ട് വരുമോ? ബിസ്മില്ലാ. ആ കസേര എടുത്തും കൊണ്ട് നീങ്ങിയാൽ മതി. കസേര എടുത്തിട്ട് ഒന്നും കൊണ്ട് വരി. പിരിവ് കഴിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് വരാം. വരി, നമ്മൾ ദ്വാരിക്ക. കസേര എടുത്തിട്ട് വന്നു നിക്കണ്ട. ലേശം ഇങ്ങോട്ട് പോന്നാ മതി. മുമ്പ് ബാക്കുള്ളവരൊക്കെ വരി. ബിസ്മില്ലാ. കസേര ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. വരി വരി, എല്ലാരും വരി, എല്ലാരും വരി. ചെറിയോരും വലിയവരൊക്കെ വരി. എഴുതുന്ന ആള് പോലെ ഇട്ട അങ്ങോട്ട് വരി. അങ്ങോട്ട് പോരി, ഇങ്ങോട്ട് വരി. അങ്ങോട്ട് ബാക്കോട്ട് പോലെ. ബിസ്മില്ലാ. മുമ്പോട്ട് ഇത് ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ സ്വലാത്ത് ഉണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ചെല്ലാൻ തീരുമാനിക്കണം. സ്വലാത്തുൽ ആലിൽ ഖദർ എന്നാണ് ആ സ്വലാത്തിന്റെ പേര്. ഞാൻ മർക്കസിൽ ഇപ്പൊ ഒരു നിക്കാഹിന് പങ്കെടുത്തപ്പോ അവിടുന്ന് ഉസ്താദ് കുറച്ച് സമയം മെഴുകുന്നു പറഞ്ഞു. അപ്പൊ അവിടെ സംസാരിച്ചു. ഇരുന്നോളി എല്ലാരും ഒരു കസേര കൊടുക്കുമ്പോ അപ്പൊ ഇടയ്ക്ക് സംസാരം പൂർത്തിയാണതിന് മുമ്പ് ഉസ്താദ് വന്നു. അപ്പൊ ഞാൻ ഉസ്താദ് വന്നപ്പോ വേഗം നിർത്തി. നല്ല തിരക്കുണ്ട് ഉസ്താദിന്. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ് പോന്നു. ഞാൻ ദർസിലേക്ക് പോന്നു.
അപ്പോൾ ഒരാൾ വിളിക്കുന്നുണ്ട്, നമ്മൾ IPF-ന്റെ പ്രവർത്തകൻ, അൽഹംദുലില്ലാ ഒരു എഞ്ചിനീയർ. എന്നോട് പറഞ്ഞു, ഉസ്താദ് ആ പറഞ്ഞതിന്റെ ബാക്കിയൊന്ന് പറഞ്ഞുതരും. ഞാനത് കിതാബിലെ നോട്ട് തന്നെ എടുത്തിട്ട് മൂപ്പർക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് ഒരു 7 മിനിറ്റിൽ വിശദീകരിച്ചു. അങ്ങനെയുള്ള ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ താല്പര്യത്തോടു കൂടി. നല്ല തിരക്കുള്ള ആളാണ്, അത്യാവശ്യം നല്ല നിലവാരമുള്ള സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ആള്. അപ്പോ ആ സഹോദരൻ ചോദിച്ചപ്പോ ഞാൻ അത് എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞേ, നിങ്ങൾ ജില്ലയിലെ SSF-ന്റെ ജില്ലാ പ്രസിഡന്റ് ആയപ്പോ അന്നൊരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ലുഹാ നിസ്കാരത്തിന്റെ ഫളായില് പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ലുഹാ നഷ്ടപ്പെടുത്തിയിട്ടില്ല. കേട്ടപ്പോ ഞാൻ ബേജാറായി പോയി. പറഞ്ഞ എനിക്ക് ആ ധൈര്യം പറയാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, ഈ വർഷം മുതൽ ദുൽഹിജ്ജയിലെ നോമ്പ് ഞാൻ കൈവിടൂല. എല്ലാ വർഷവും ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ഞാൻ നോമ്പ് വിൽക്കുന്നു. +1 മോറൽ ക്ലാസ്സിൽ സംസാരിച്ചപ്പോ ഒരു കുട്ടി ഇന്നും, ആ കുട്ടി വലിയ ആളെ, ആ മോൻ പറയാണ്, തിങ്കളും വ്യാഴാഴ്ച അന്ന് തൊട്ട് തുടങ്ങിയ ഇന്ന് വരെ മുടങ്ങിയില്ല. കൊടുവള്ളിക്ക് പരിസരത്ത് വയല് പറഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് ഒരു ഉമ്മച്ചി പറഞ്ഞു, 3 കൊല്ലായി സുബീന്റെ മുമ്പുള്ള 2.5 റവാത്തിബ് നഷ്ടപ്പെടുത്തിയില്ല. മരുമോളുങ്ങളെ വയലിന്റെ ആ ക്ലിപ്പ് കേൾപ്പിച്ച് അന്ന് മുതൽ തുടങ്ങിയാണ്. അതൊക്കെയാണ് ഞമ്മക്കുള്ള പ്രതീക്ഷ. പഠിച്ചോനെ, ഈ സദസ്സിൽ അമല് ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾക്കും അമല് ചെയ്യണം. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അമലിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അമലിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗസാലി ഇമാമിന്റെ ഇയ്യൊക്കെ ഇങ്ങോട്ട് വായിച്ചാൽ പഠിച്ചോനെ. ഇവിടെ ഇയ്യാ ദർസില്ലേ? ഇയ്യാ ദർസിൽ ഉസ്താദ് നടത്തുന്നുണ്ട് അല്ലേ? നിങ്ങൾ പങ്കെടുക്കല്ലേ? ആ, നല്ല മനുഷ്യന്മാരെ നിങ്ങൾ ശരിയാക്കേണ്ടിയുണ്ട്. ഇയ്യാ ദർസിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കണം, അല്ലാതെ ബേജാറായിപ്പോ. നമ്മള് നന്നാവും. ഏത് നന്നാവാത്തോനും നന്നാവുന്ന കിതാബാണ് ഹിയ. അതിങ്ങനെ പറഞ്ഞാൽ പറയുന്ന ആളും നന്നാവും, കേൾക്കുന്ന ആളും നന്നാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ എന്തേ പറഞ്ഞു? അപ്പൊ ആ സ്വലാത്തുൽ ആലിൽ ഖദർ 10 വട്ടം ചൊല്ലിയാൽ മതി. 2 മിനിറ്റ് കൊണ്ട് ചെല്ലാം. ഇന്ന് നമ്മൾ തുടങ്ങാണ്. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. എല്ലാ രാത്രിയും 10, വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി 100 വട്ടം അങ്ങനെ ചൊല്ലിയാ തങ്ങളെ കണ്ടു മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ, ഞാനിപ്പോ ഇവിടെ വന്ന് നല്ല മഴ പെയ്യുമ്പോ നമ്മൾ അങ്ങനെ തുടങ്ങി. അൽഹംദുലില്ലാ നല്ല ശബ്ദങ്ങളൊന്നുമില്ല. കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറഞ്ഞ സമയം ഈ അയ്യാമു തശ്രീഖിന്റെ രാത്രിയിൽ നമ്മൾ ഇരുന്നില്ലേ, അത് വലിയ വണ്ണമായ പ്രതിഫലം കിട്ടുന്ന കനപ്പെട്ട അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപക്ഷെ നമ്മളെ ഈ മജ്ലിസായിരിക്കും ആഖിറത്തിൽ നമുക്ക് തുണയാവുന്നത്. അല്ലേ, മരിക്കുന്ന സമയത്ത് എന്താണ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റൂല. എൻ്റെ നാട്ടിലെ ദയമൊയ്തീൻ ഹാജി എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ റമദാൻ 12-ന്റെ അന്നാ മരിക്കുന്നത്. ഞാൻ ലക്ഷദ്വീപിൽ വയലിന് പോയായിരുന്നു. അപ്പൊ അവിടുന്ന് 2 ദിവസം നേരത്തെ പോന്നു. കാരണം എത്തലത്ത് ദ്വീപിലേക്ക് പോകുമ്പോൾ കപ്പല് കുറച്ചു ഓടിയിട്ട് തിരിച്ചു പോന്നു. കാലാവസ്ഥ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ യാത്ര മുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോന്നു. എറണാകുളത്ത് ഇറങ്ങിയപ്പോണ്ട് മൂപ്പരെ ഭാര്യ വിളിക്കുന്നു, ഉസ്താദ് നാട്ടിലെത്തിക്കണം, ഒന്ന് ഹോസ്പിറ്റലിൽ വരണം. ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അന്ന് ഞായറാഴ്ച. അപ്പൊ മൂപ്പര് കണ്ണടിച്ച് കിടക്കുക. ആ മാസ്ക് ഇട്ടിക്കുന്ന ഓക്സിജൻ ഉണ്ട്. ഞാൻ വിളിച്ച്
കണ്ണു തുറന്നു നോക്കി. മനസ്സിലായി. എനിക്കെന്തൊക്കെ ഒരു അസ്വസ്ഥത തോന്നി. പടച്ചോനെ, ഇത് ഞായറാഴ്ചയാണ്, ഇതൊരു തിങ്കളാഴ്ച രാവാണ്, ദയ നമ്മളോട് പിരിയുന്ന ദിവസമായിരിക്കും. അങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പടച്ചോൻ തോന്നിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ദിക്റ് ചെല്ലാതെയാണോ കിടക്കുന്നത്? ദിക്റ് ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലോ അള്ളാഹ് തീരുമാനിച്ച സമയത്തിയാലേ മരിക്കുള്ളൂ. അതുകൊണ്ട് ഈമാൻ ഉറപ്പിച്ചോളെ. നമ്മൾ ദിക്റ് ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 4 or 5 പ്രാവശ്യം എന്റെ കൂടെ മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. പിന്നെ ഞാൻ പറഞ്ഞു, അല്ലാഹ് 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 എന്ന് ചൊല്ലിക്കിടന്നോളൂ. മൂപ്പര് ഒരു 10 പ്രാവശ്യമെങ്കിലും അല്ലാഹ് എന്ന് ചൊല്ലിക്കാണും. പിന്നെ സംസാരിച്ചിട്ടില്ല. അവസാനം അരവാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാകുന്നത്. ദഖലൽ ജന്ന. മഹാന്മാരായ അയിമ്മത്തതിന് വിശദീകരണം കൊടുത്തത് ബിലാ ഹിസാബ്, വിചാരണ കൂടാതെ അല്ലാഹ് കലിമ ചൊല്ലി മരിച്ചവർക്ക് സ്വർഗപ്രവേശനം കൊടുക്കുന്നതാണ്. അല്ലാഹ് ഈ പാപികൾക്കും ഈ സാധുക്കൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. എത്ര ആളുകൾ പെട്ടെന്ന് മരിച്ചുപോയി. ഇന്നലെയും ഒരു മുതഅല്ലിം മരിച്ചില്ലേ? കഴിഞ്ഞ ദിവസം നമ്മളെ അഹ്സനി മരിച്ചുപോയില്ലേ? എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. എപ്പം മരണം വന്നാലും ഈമാനിലായി അങ്ങ് മരിക്കണം. ഖൽബിലെങ്കി മരിക്കാൻ ദുആ ചെയ്യണമെന്ന് താജുൽ ഉലമ പറഞ്ഞില്ലേ? അല്ലാഹ് ഞങ്ങൾക്കും അവരെ മക്കളാണ്, അവരെ മുഹിബ്ബീങ്ങളാണ്, തൗഫീഖ് നൽകണം റഹ്മാനേ. SSFകാരെ, നിങ്ങൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് നമുക്ക് വലിയ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു തന്നവരാണ് വലിയുല്ലാഹി വടകർ മുഹമ്മദ് ഹാജി തങ്ങൾ. അങ്ങനെ ഒരു വലിയ ആശീർവാദം ലഭിച്ച ഏതെങ്കിലും ഒരു സംഘടന ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടോ? ഓ സുഹൃത്തുക്കളെ, ഇത് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള സംഘടനയാണ്. ഓ വിദ്യാർത്ഥി കൂട്ടുകാരെ, അരുതായ്മകളോട് പൊരുതാനുള്ള പതാകയാണ് നമ്മുടെ SSFന്റെ ത്രിവർണ പതാക. നമ്മുടെ കൂട്ടുകാരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണ് ഈ സംഘടനാ സംവിധാനം. രക്ഷിതാക്കളെ, മക്കൾ പിഴച്ചു പോകാതിരിക്കാൻ, മക്കൾ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനമാണ് SSF കേട്ടോ. ഉമ്മമാര് ശ്രദ്ധിക്കണേ, ബാപ്പമാര് സൂക്ഷിക്കണേ. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സംഘടനാ സംവിധാനത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തണേ. അല്ലാഹ് പൂർവികരായ ഞങ്ങളുടെ നേതാക്കന്മാര് നിസ്വാർത്ഥരായ പ്രവർത്തകരാണ്. ഈ പതാക ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ചു പോയത് വെള്ളിലെ ഉസ്താദിനെ പോലെ, അബ്ദുർ റസാഖ് കൊറ്റിയെ പോലെ, അതുപോലെ ഓ ഖാലിദ് സാഹിബിനെ പോലെ, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറും കുണ്ടൂരിലെ കുഞ്ഞുവും ജീവൻ കൊടുത്ത് നട്ടു വളർത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SSF.
അതേ തഖ്വയിൽ അധിഷ്ഠിതമായി അതേ ഇഖ്ലാസോടുകൂടി സമുന്നതരായ സാദാത്തുലമായി ആരംഭിച്ചു തന്ന് ആശീർവദിച്ചു തന്ന് ഔലിയാ അനുഗ്രഹിച്ച പ്രസ്ഥാനമാണ് SSF. അതുകൊണ്ട് പൂർവോപരി ശോഭയോടെ ഖിയാമത്ത് നാൾ വരെ ഈ സംഘടനാ സംവിധാനം നിലനിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സുൽത്താനുൽ ഉലമയുടെ മക്കളാ, റയീസുൽ ഉലമയുടെ അനുയായികളാണ്. ആ രണ്ട് പണ്ഡിത ശിരോമണികൾ അല്ലാഹ് ഈ പ്രസ്ഥാനത്തെ നയിക്കുകയാണ്. അവരുടെ നേതൃത്വം അംഗീകരിച്ച് ഇഖ്ലാസോടെ ദീനീ രംഗത്ത് പ്രവർത്തിച്ച് അവസാനം നീ നിശ്ചയിച്ച സമയമെത്തുമ്പോ ഒന്ന് പുഞ്ചിരി തൂകിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണം. താജുൽ ഉലമയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകണം. ഞങ്ങളെ വൈലത്തൂരു പാപ്പയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജമലുല്ലൈലി തങ്ങളും അവേലത്ത് തങ്ങളും ഫളൽ ബുക്കോയ തങ്ങളും ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളും അല്ലാ ഞങ്ങളെ നൂറുൽ ഉലമയും കൻസുൽ ഉലമയും ഷറഫുൽ ഉലമയും ഞങ്ങളെ താജുൽ ശരീഅ അലി കുഞ്ഞി ഉസ്താദും അല്ലാഹുവേ നെടിയനാട് ഉസ്താദ് അതുപോലെ ഞങ്ങളെ വലിയ നെല്ലിക്കുത്തുസ്താദ് അലനല്ലൂർ ഉസ്താദ് അല്ലാഹുവേ ചെറുശോല ഉസ്താദിനെ പോലെ വലിയ വലിയ മല പോലെയുള്ള ആലിമീങ്ങളാ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അവരൊക്കെ കൂടെ സ്വർഗം പുൽകണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.